2019 LSS പരീക്ഷ അതിൽ ചോദിച്ചിട്ടുള്ള ഗണിതം, ആ ഗണിതത്തിന്റെ ആദ്യ ഭാഗത്ത് എന്താ ഉള്ളത്? 2 പ്രശ്ന അപഗ്രഥന ചോദ്യങ്ങൾ. എത്ര സ്കോറിന്റെ? 5 സ്കോറിന്റെ വീതം 2 ചോദ്യങ്ങൾ, ആകെ 10 സ്കോർ. അത് പരിചയപ്പെടാം. തുടങ്ങാം. ഒരു കച്ചവട സ്ഥാപനത്തിന്റെ വിൽപ്പനക്കാരായി 102 പേരും പാർക്കിങ്ങിനായി 105 പേരും ജോലി ചെയ്യുന്നു. വിൽപ്പനക്കാരുടെ ദിവസക്കൂലി 105 രൂപയും പാർക്കിംഗുകാരുടെ ദിവസക്കൂലി 85 രൂപയും വർദ്ധിപ്പിച്ചു. കാവൽക്കാരന്റെ ദിവസക്കൂലി 935 നിന്ന് 1040 രൂപയായും വർദ്ധിപ്പിച്ചു. ഈ പ്രശ്ന അപഗ്രഥന ചോദ്യത്തിന്റെ ആദ്യ ഭാഗമാണ്. ഇനി എന്താ വരാൻ പോകുന്നത് അറിയുമോ? ഇനി ഇതിനെ ചുവട് വെച്ചുകൊണ്ട് 3 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിലെ ഓരോ ചോദ്യവും വളരെ കൃത്യമായി പഠിച്ച് ഉത്തരം എഴുതാൻ നമുക്ക് സാധിക്കണം. അപ്പോ ഒന്നാമത്തെ ചോദ്യം നോക്കാം. കാവൽക്കാരന്റെ ദിവസക്കൂലി എത്ര വർദ്ധിപ്പിച്ചു? അതാണ് ചോദിച്ചിരിക്കുന്നത്. കാവൽക്കാരന്റെ കാര്യമാണ്. കാവൽക്കാരന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദ്യത്തില് കാവൽക്കാരനുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണുള്ളതെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇതിലെന്താണുള്ളത്? ഇതാ അവസാനമുണ്ട്. കാവൽക്കാരന്റെ ദിവസക്കൂലി 935 നിന്ന് 1040 രൂപയായും വർദ്ധിപ്പിച്ചു. ചോദ്യതാണ് എന്ത്? എത്ര വർദ്ധിപ്പിച്ചു? എത്ര വർദ്ധിപ്പിച്ചു? 935 നിന്ന് 1040 രൂപയായി വർദ്ധിപ്പിച്ചു. അപ്പൊ അതിന്റെ ഉത്തരം എങ്ങനെ കാണുക? എത്രയായിട്ട് കൂടി? 1040. എത്രയായിരുന്നു? 935. അപ്പൊ എത്ര കൂടി എങ്ങനെ കാണും? സിമ്പിൾ ആണ്. അത് 1040 നിന്ന് 935 കുറച്ചാൽ മതി. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. 1040 കുറക്കണം 935 അല്ലേ? അതെങ്ങനെ കുറക്കുക എന്ന് നോക്കിക്കോളെ. സാധാരണ നിങ്ങൾ കുറക്കുന്നതിൽ നിന്ന് ചെറിയ വ്യത്യാസം ചിലപ്പോ ഉണ്ടാവും. ചിലപ്പോ നിങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നോക്കൂ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ 0-ൽ നിന്ന് 5 കുറക്കുന്നതിന് പകരം എന്റെ രീതി 5നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും. ഇവിടെ 0-ന് പകരം ഞാൻ 10 എടുക്കും. 5നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും? 5. അപ്പൊ ആ 5 10. ബാക്കി ഒന്നുണ്ടല്ലോ. ആ ഒന്ന് എന്ത് ചെയ്യാ? ഈ 3നോട് കൂട്ടുക. കൂട്ടിയാൽ എത്ര കിട്ടും? 4. എന്നിട്ടോ 4നോട് എത്ര കൂട്ടിയാൽ ഇവിടെ 4 തന്നെയാണ്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. 2 4 കൊണ്ട് 0 ഇട്ടാ മതി. 4നോട് എത്ര കൂട്ടിയാൽ 4 കിട്ടും? 0. ഇനി എന്താണുള്ളത്? 9നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും എന്നിങ്ങനെ എഴുതാൻ മതി. 1. 105 രൂപ ഇതിന്റെ ഉത്തരം. ഇനി ബി എന്താ ചോദിച്ചിരിക്കുന്നത്? വിൽപ്പനക്കാരായ 102 ജീവനക്കാരെ 6 നിലകളിലായി തുല്യമായി നൽകി എങ്കിൽ ഒരു നിലയിൽ എത്ര പേർ ഉണ്ടാകും? അപ്പൊ മോളത്തെ ചോദ്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ചോദ്യത്തിൽ തന്നെ ഉത്തരം കാണാനുള്ള വഴി തന്നിട്ടുണ്ട്. എന്താ? വിൽപ്പനക്കാരായ 102 ജീവനക്കാർ 6 നിലകളിലായി തുല്യമായി നൽകി എന്ന് പറയുമ്പോ എന്താ? അത് വീതിക്കലാണ്. വീതിക്കുമ്പോ നമ്മൾ ഉപയോഗിക്കേണ്ട ക്രിയ എന്താണെന്ന് അറിയോ? എപ്പോഴും ഓർമ്മ. വീതിച്ചെടുക്കുമ്പോ അതിന് സങ്കലനം, ഗുണനം, വ്യവകലനം, ഹരണം 4 ക്രിയയുണ്ട്. പക്ഷെ വീതിക്കുമ്പോ ഹരണമാണ് ഉപയോഗിക്കേണ്ടത്. ഹരണം. 102 ഹരിക്കണം 6. ഇത് മനസ്സിൽ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഒരുപാട് വഴി കിട്ടുമോ എളുപ്പത്തിൽ? തൽക്കാലം നമുക്ക് 102നെ 6 കൊണ്ട് ഹരിക്കാം. 102 ഹരിക്കണം 6. 10ന് 6 എത്ര പ്രാവശ്യം? ഒരാൾ 6 ഇരാൾ 12 ആയി പോകും അല്ലെ? അപ്പൊ 1 ഉള്ളൂ. 1 ഒരാള് 6. 6നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും? 4. പിന്നെ ഇവിടെ 2. എത്ര 6 42?
6 7 42, 7 പ്രാവശ്യം 6 7 42. അപ്പൊ എത്ര കിട്ടി? ഒരു നിലയില് 17 പേരെയാണ് നിയമിച്ചിരിക്കുന്നത്, ഓരോ നിലയിലും. സി, മുഴുവൻ വിൽപ്പനക്കാരുടെയും പാക്കിംഗ്കാരുടെയും ഒരു ദിവസത്തെ വർദ്ധിപ്പിച്ച കൂലി നൽകാൻ ആകെ എത്ര രൂപ വേണം? ഈ ചോദ്യത്തിന്റെ ഉത്തരം കാണണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വിൽപ്പനക്കാരുടെ എണ്ണം കിട്ടുന്നത് അല്ലെ? അതിൽ ചോദ്യം നമ്മൾ നോക്കുക. എത്രയാ? വിൽപ്പനക്കാരായി 102 പേര്. പാർക്കിംഗ് 105 പേര്. ഇനി എന്താ വേണ്ടത്? വർദ്ധിപ്പിച്ച കൂലി ഓരോരുത്തർക്കും എത്രയാണ്? വിൽപ്പനക്കാരുടെ വർദ്ധിപ്പിച്ചത് എത്രയായിരുന്നു? ദിവസക്കൂലി 105 പോകും. അപ്പം ആകെ കാണാൻ 102നെ 105 കൊണ്ട് ഗുണിക്കുക. വിൽപ്പനക്കാർ 102, അവർക്ക് വർദ്ധിപ്പിച്ചത് 105, അപ്പൊ ഗുണിച്ചു. അതേപോലെ പാക്കിംഗ്കാർ ആകെ 105, അവർക്ക് വർദ്ധിപ്പിച്ചത് എത്രയാണ്? 82. ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളെ കണക്ക് നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. കണ്ണ് നമ്മൾ ശരിക്കും ഉപയോഗിച്ചാലേ നമ്മുടെ ബുദ്ധി നന്നായി പ്രവർത്തിക്കുകയും കണക്ക് നമുക്ക് എളുപ്പമാവുകയും ചെയ്യും. ഇവിടെ നിങ്ങള് ഈ ഞാൻ എഴുതിയത് ഒന്ന് ശ്രദ്ധയോടെ നോക്കിയാല് ഒരു കാര്യം മനസ്സിലാവും. എന്താ? രണ്ടിലും 105 ഉണ്ട്. ഇതിലും 105, ഇതിലും 105. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഗുണനാണ്, ഇത് ഗുണനാണ്. ഗുണത്തില് ഒരേ സംഖ്യ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്നറിയോ? അതിനെ നമുക്ക് പൊതുവെ എടുക്കാം, പൊതുവായിട്ട് എടുക്കാം 105. എന്നിട്ട് ആകെ കണ്ടില്ലേ, വർദ്ധിപ്പിച്ച കൂലി നൽകാൻ ആകെ എത്ര രൂപ വേണമെന്നാണ് ഇത് കണ്ട് കൂട്ടിയല്ലേ വേണ്ടത്. അപ്പൊ ഇത് ചെയ്യാന്ന് വെച്ചാൽ നമ്മള് ഒരു ബ്രാക്കറ്റ് വരയ്ക്കുക. എന്നിട്ട് 105 കൂടെ ഇവിടെ എത്ര ഉണ്ട്? 102. ഇവിടെ എത്രയുണ്ട്? 82. ഇത് രണ്ടും കൂടെ കൂട്ടുക. എത്രയാണ്? 184. അപ്പൊ 105 ഗുണിക്കണം 184. ഇത് കണ്ടാ മതി. അപ്പം 184 ഗുണിക്കണം 105. 154 105 ഗുണിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? 184 ഗുണിക്കണം 100 പ്ലസ് 5. ഇതിൽ നമുക്ക് സമയം ലാഭിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ ചെയ്യുന്നത് അല്ലാതെ നേരിട്ട് 154 ഗുണിക്കണം 105 ഗുണിച്ച് ഇടുന്നതാണ് കൂടുതൽ നിങ്ങൾക്ക് എളുപ്പം എന്ന് തോന്നിയാലേ അങ്ങനെ ചെയ്യാട്ടോ. ഞാനൊരു പുതിയൊരു മെത്തേഡ് പറയുന്നു എന്നേ ഉള്ളൂ. പുതിയൊരു മെത്തേഡാണോ അറിയില്ല, ചിലക്ക് പഴയതായിരിക്കും. ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ? 154 100 കൊണ്ട് ഗുണിക്കുന്നു, 154 5 കൊണ്ട് ഗുണിക്കുന്നു. സുഖാരി ചെയ്യാം. 154 100 കൊണ്ട് ഗുണിക്കാൻ 154 കൂടെ 2 പൂജ്യത്താണ് പ്ലസ്. ഇനി 5 കൊണ്ട് ഗുണിക്കാം. 5 4 20, 2 ബാക്കി. 5 8 40 2 42, 4. 5 1 5 4 9. 920. ഇപ്പൊ 0 2 3 9 1. 0 0 0 തന്നെ. 0 2 2 4 9 13 എന്ന് ബാക്കി. 1 8 9 1. 19,320 രൂപ. രണ്ടാമത്തെ പ്രശ്ന അപഗ്രഥന ചോദ്യം നോക്കാം. ചിത്രം ശ്രദ്ധിക്കൂ. ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു ചതുരാണ്. അതിന്റെ നീളം ഇവിടെ തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ, വീതി തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ. അത്തരം ഒരു ചിത്രം ശ്രദ്ധിക്കൂ. തീർന്നു. ഇനി ചോദ്യം ഉത്തരം. ചതുരത്തിന്റെ ചുറ്റളവ് എത്ര? അതത്ര വലിയ ചോദ്യമല്ല.
ചതുരത്തിനെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? നീളവും വീതിയും കൂടെ കൂട്ടുക, 2 കൊണ്ട് ഗുണിക്കുക, അത്രയേ ഉള്ളൂ. നീളം എത്രയാണ്? 12. വീതി എത്രയാണ്? 8. എന്നിട്ടോ 2 കൊണ്ട് ഗുണിക്കുക. 12 8 കൂടെ കൂട്ടി എത്രയാണ്? 20. 2 കൊണ്ട് ഗുണിക്കുന്നു, എത്ര? 40 സെന്റിമീറ്റർ. ഇത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം, ഈ ചതുരത്തെ 4 സെന്റിമീറ്റർ വശമുള്ള എത്ര സമചതുരങ്ങളായി മുറിച്ചെടുക്കാം? അതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോ നമുക്ക് ചെയ്യാവുന്ന എന്താ അറിയോ? ഇതൊന്ന് വരച്ചു നോക്കാം. ചതുരം വരച്ചു. ഇനി പറയുന്നത് 4 സെന്റിമീറ്റർ വശമുള്ള എത്ര സമചതുരങ്ങൾ? അപ്പോ ഇത് 12 സെന്റിമീറ്റർ, ഇത് 8 സെന്റിമീറ്റർ. ഇവിടെ ആവുമ്പോ ഇത് 4 4. ഇനി ഇവിടെ ആകുമ്പോ 1 2 അല്ലെ? 4 4 4 മുറിച്ചു. എത്ര സമചതുരങ്ങളായി മുറിച്ചെടുക്കാം? 1 2 3 4 5 6. ഉത്തരം കിട്ടിയല്ലോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 6. ഈ ചിത്രം വരച്ച് നമ്മളത് മുറിച്ചപ്പോ തന്നെ വേറെ കണക്കൊന്നും കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല, ചിത്രത്തിന് തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. അടുത്തെന്താ? ഈ ചതുരത്തിന്റെ 4 മൂലയിൽ നിന്നും 4 സെന്റിമീറ്റർ വശമുള്ള സമചതുരങ്ങൾ മുറിച്ചു മാറ്റിയാൽ ശേഷിക്കുന്ന ഭാഗത്തിന്റെ ചുറ്റളവ് എത്ര? ഇവിടെ ഇപ്പൊ നമ്മള് രണ്ടാമത്തെ ചോദ്യത്തിന് വേണ്ടി വരച്ച ചിത്രമുണ്ട്. അതിൽ നിന്ന് നമ്മൾ 4 മൂലയ്ക്ക് നിന്നും, 4 മൂല എന്ന് പറയാൻ എന്താ? 1 ഇത്, 1 2 3 4 4 മൂല. ഇവിടെയുള്ള സമചതുരവും ഇവിടെയുള്ള സമചതുരവും ഇതും മുറിച്ചു മാറ്റണം. അപ്പൊ മാറ്റാം അല്ലേ? അപ്പൊ ഇത് പോട്ടെ, ഇത് പോട്ടെ, ഇത് പോട്ടെ, ഇത് പോട്ടെ. ഈ മൂലക്കുള്ള പോയി, ഈ മൂലക്കുള്ളതും പോയി. ബാക്കി ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ നീളം 8 സെന്റിമീറ്ററും ഇതിൻ്റെ 4. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചതുരമായിട്ട് ഇത് മാറി. എന്താ പറയുന്നത്? ചുറ്റളവ് കാണുക. ചുറ്റളവ് കാണാൻ നേരത്തെ പറഞ്ഞല്ലോ, നീളവും വീതിയും കൂടെ കൂട്ടുന്നു, 2 കൊണ്ട് ഗുണിക്കുന്നു. നീളവും വീതിയും 8 4 12. 12നെ 2 കൊണ്ട് ഗുണിക്കുന്നു. 12നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 12 24. ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ചതുരത്തിന്റെ നീളം ഇരട്ടിയായാൽ ചതുരത്തിന്റെ ചുറ്റളവ് എത്ര? ഇവിടെയും ചുറ്റളവാണ് ചോദിച്ചിരിക്കുന്നത്. നീളവും വീതിയും കൂടെ കൂട്ടുന്നു, 2 കൊണ്ട് ഗുണിക്കുന്നു ചതുരമാകുമ്പോൾ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ചതുരത്തിന്റെ നീളം ഇരട്ടിയായി. ചതുരത്തിന്റെ നീളം ഇരട്ടിയായി. നേരത്തെ നീളത്തിലായിരുന്നു 12. ആ 12 എന്തായി? ഇരട്ടിയായി. അപ്പൊ 24 ആയി. വീതിയോ? വീതി യാതൊരു മാറ്റമില്ല, അത് വീതി തന്നെ 8. ചുറ്റളവാണ് 24 8 32. അതിനെ 2 കൊണ്ട് ഗുണിക്കുന്നു. 32നെ 2 കൊണ്ട് ഗുണിച്ചാൽ 64 സെന്റിമീറ്റർ. 64 സെന്റിമീറ്റർ, 24 സെന്റിമീറ്റർ. ഓക്കെ. അപ്പം രണ്ടാമത്തെ പ്രശ്ന അപഗ്രഥന ചോദ്യത്തിലെ 4 ചോദ്യം അവസാനിച്ചു. ഇനി നമുക്ക് ഒരു സ്കോർ കിട്ടുന്ന ഒരു ചോദ്യം കൂടി ഇവിടെ പരിചയപ്പെടാം. ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ 19ാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ 5679 ആണ്. എങ്കിൽ 1ാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ എത്ര? ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ 19ാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ 5679 ആണ്. എങ്കിൽ 1ാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ. അപ്പൊ ചോദിച്ചിരിക്കുന്നത് 1ാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ എത്ര? നമുക്ക് ഒരു ചെറിയ വിദ്യ കാണിച്ച് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. അപ്പം ഒരു പരീക്ഷ 19 ഇതാണ് ഇരിക്കുക. ഇങ്ങനെ ഇതില് 19ാമത്തെ കുട്ടി ഇതാണ്. ഇത് 19ാമത്തെ കുട്ടി. ആ കുട്ടിയുടെ റോൾ നമ്പർ 5679.
ഈ ഒന്നാമത്തെ കുട്ടിയുടെ റോൾ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇത് ഒന്നാമത്തെ കുട്ടി. അപ്പം സാധാരണ നമുക്ക് പറ്റിപ്പോകുന്ന തെറ്റെന്താ? 5679 നിന്ന് 19 കുറച്ചിട്ട് ഇയാളുടെ റോൾ നമ്പർ കാണാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും, അല്ലേ? അത് തെറ്റാണ്. എന്താ ശരി? സിമ്പിൾ ആണ്. 19ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 18, അല്ലേ? ആ വ്യത്യാസമാണ് ഇവിടെ വേണ്ടത്. അതായത് 5679 മൈനസ് 18 അത് ഓർമ്മിക്കണേ, 19 അല്ല. കാരണം 1ഉം 19ഉം തമ്മിലുള്ള വ്യത്യാസവും 18 ആവുമ്പോൾ ഈ റോൾ നമ്പർ തമ്മിലുള്ള വ്യത്യാസവും 18 ആയിരിക്കും. അപ്പൊ 8നോട് എത്ര കൂട്ടിയാൽ 9? 1. 1നോട് എത്ര കൂട്ടിയാൽ 7? 6. 6, 5. 5661. ഓക്കെ.